ഇന്ന് രാവിലത്തേടം ഇത്തിരി സ്പെഷ്യലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വല്ലപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ഇഷ്ടമില്ലാഞ്ഞല്ല, ആവതില്ലാത്തതുകൊണ്ട് കൊതിയുണ്ടെങ്കിലും മാറ്റിവെക്കുന്ന ഒരു സാധനമാണ് ഇന്ന് രാവിലത്തേക്ക്. അതിൻ്റെ കൂട്ടത്തിലൊരു കറിക്ക് വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസ് കേട്ടോ. പിന്നെ തക്കാളിയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ആൾ വേറെ ആരുമല്ല, ഇടിയപ്പമാണ് ഇടിയപ്പം. എന്നെ സംബന്ധിച്ച് നല്ല പാടാണ് ഇതുണ്ടാക്കാൻ. കൈ ഒട്ടും പറ്റൂല. പക്ഷേ മോനുകുട്ടൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുവാണ് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പൊൻകതിരിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാമെന്ന് കണ്ടപ്പം ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് വിശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പെരുംജീരകം ഇട്ടു. ഇനി അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് ഇളക്കിയിട്ട് കറിവേപ്പില, പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് കുനുകുനാന്ന് തോരനരിയത്തില്ലേ, അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കേട്ടോ, അതും പിന്നെന്താണ് തക്കാളി, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കുക്കറിനകത്തു നിന്ന് തന്നെയുള്ള വെള്ളം നമ്മൾ അതിനകത്ത് ഒഴിച്ച് ഇതങ്ങോട്ട് അടച്ചു വയ്ക്കും. വിശ്രമമൊക്കെ മതി. ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. ഇനിയാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ ഞാൻ വളരെ വളരെ പരാജയപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കേട്ടോ. പിന്നെ വന്ന് മോനുകുട്ടൻ തന്നെ ബാക്കിയുള്ളതെല്ലാം എടുത്തു തന്നു. ഒരു രക്ഷയില്ല പ്രിയങ്ങളെ, വല്ലാത്തൊരു ചതിയായിപ്പോയി ഈ കൈ ഇങ്ങനെ പണി മുടക്കിയത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരെണ്ണം ഞാനിത് അടുക്കളയിലേക്ക് വാങ്ങും. അതെൻ്റെ ഒരു സ്വപ്നമാണ്. എന്നിട്ട് എൻ്റെ മോനിക്കുട്ടന് വയറു നിറയെ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. കറിക്കകത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ചേർത്തത് ഗരം മസാലയുടെ പൊടിയാണ്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മോനുകുട്ടന് കഴിക്കാൻ കൊടുക്കാം ആദ്യം. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഇത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളതും ഒരുവിധമൊക്കെ ഉണ്ടാക്കി എടുത്ത് കൊടുത്തു വിട്ടു. ആ മുഖത്തെ സന്തോഷം കണ്ടോ? എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ.